കൂടുതൽ കുട്ടികളും മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടത് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വീട്ടിലെത്തി സ്വയം ചെയ്തു നോക്കുമ്പോൾ പല സ്റ്റെപ്പുകളിലും വെച്ച് സ്റ്റക്കാവുകയോ അവസാന ആൻസർ തെറ്റിപ്പോവുകയോ ചെയ്യുന്നു. ഇത്തരം കുട്ടിയല്ലേ നിങ്ങൾ? ഇത്തരം തെറ്റുകൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ മാത്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ, കോൺസെപ്റ്റുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ചെറിയ ക്ലാസ് അല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ്. ഇപ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ ഈ വർഷത്തെ കോൺസെപ്റ്റുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. മുൻ വർഷങ്ങളിൽ നിങ്ങൾ ശരിയായി പഠിക്കാതിരുന്ന ആ കോൺസെപ്റ്റുകളുടെ പോരായ്മ നികത്തുകയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പരീക്ഷകൾ പാസ്സാവാൻ സാധിക്കും. ശരിയായ ധാരണ മാത്തമാറ്റിക്സിൽ ഉണ്ടാക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാകാനും സാധിക്കും. ഇത്തരം ചെറിയ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ മിസ്റ്റേക്ക് വരാറുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ സീറോ വിത്ത് സീറോ. സീറോ കൊണ്ട് ഗുണനവും ഹരണവും നടത്തുമ്പോൾ കുട്ടികൾക്ക് തെറ്റിപ്പോകാറുണ്ട്. നോക്കൂ, 2 multiplied by 0. ഇതിൻ്റെ ആൻസർ മിക്ക കുട്ടികളും 2 എന്ന് എഴുതി പോകും. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇത് റോങ് ആണ്. എന്താണ് ഇതിൻ്റെ കറക്ഷൻ? ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. 2 times 0 means 0 plus 0. 2 times 0. 0 2 times ആഡ് ചെയ്യൂ എന്നാണ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് 2 multiplied by 0 equal to 0. Okay, this is the correct answer. രണ്ടാമത്തെ മിസ്റ്റേക്ക് വരുന്നത് കുട്ടികൾ 2 divided by 0. ഇതിൻ്റെ ആൻസറും 2 എന്ന ആൻസർ എഴുതാറുണ്ട്. ഇതും റോങ് ആണ്. എന്താണ് ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. ഇതിൻ്റെ അർത്ഥം 2 പാർട്സിൽ 1 പാർട്ട് നമുക്ക് കിട്ടിയെന്നാണ്. 2 പാർട്ടാക്കിയതിന് ശേഷം അതിലൊരു പാർട്ട് കിട്ടി എന്നാണ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ 2 divided by 0 ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും? 0 പാർട്ടാക്കിയതിന് ശേഷം 2 പാർട്ട് അതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അത് സാധ്യമല്ല. 0 പാർട്ടിൽ നിന്ന് 2 പാർട്ട് എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഇതിനെ അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ്. ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് ഇതിൻ്റെ കൃത്യമായ വില നിശ്ചയിച്ചിട്ടില്ല. ഇത് അറിയില്ല, നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനെ ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം, പക്ഷേ അതിൻ്റെ കൃത്യമായ വില എത്രയാണ് എന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല. നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ്. അപ്പം ഇത് 2/0 എന്നുള്ളത് 2 അല്ല. ഇത് കൃത്യമായ ധാരണ. ഇതുപോലെ പല എക്സാമ്പിളുകളും 5/0 നോട്ട് ഈക്വൽ ടു 5. ക്ലിയർ? 3 divided by 0 not equal to 3. X divided by 0 not equal to x. Clear? They confusing the base of a power. Base അറിയാത്തത് കൊണ്ട് ഒരു പവറിലെ ബേസ് ഏതാണ്, അതിൻ്റെ എക്സ്പൊണന്റ് ഏതാണ് എന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. -5² എന്നുള്ളതിനെ പല കുട്ടികളും ഇതിൻ്റെ ആൻസർ 25 എന്ന് എഴുതാറുണ്ട്. റോങ് ആൻസർ ആണ്. ഇവിടെ ബേസ് 5 ആണ്, -5 അല്ല ഇവിടെ ബേസ് എന്ന് കുട്ടികൾ തെറ്റിദ്ധരിച്ച് -5 ആണ് ബേസ് എന്ന് എടുക്കുന്നു. -5 അല്ല, ഇവിടെ 5 ആണ് ബേസ്. -5² എന്ന് പറഞ്ഞത് -1 multiplied with, പിന്നെ 5 ആണ് 2 times മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എങ്കിൽ ഇതിൻ്റെ ആൻസർ -25 ആണ്. -25 ആണ് ഇതിൻ്റെ ആൻസർ, അല്ലാതെ +25 അല്ല. ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഇതിന്റെ ബേസ് -5 ആകണമെങ്കിൽ -5 ബ്രാക്കറ്റിലിടണം, എന്നിട്ടാണ് പവർ 2. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ -5 multiplied with -5. Then this answer negative into negative, positive 5 into 5 25. അപ്പോഴാണ് +25 ആൻസർ വരുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? -5 ഒരിക്കലും +25 അല്ല. -5 ബ്രാക്കറ്റിലിട്ടാൽ മാത്രമേ ബേസ് -5 ആയി കൺസിഡർ ചെയ്യേണ്ടൂ. ഇതേപോലെ നമുക്ക് പല എക്സാമ്പിളുകളും നമുക്ക് എടുക്കാം. -3² എന്ന് പറയുന്നത്
-3 സ്ക്വയർ 9 ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? -4 സ്ക്വയർ എന്ന് പറയുന്നത് -4 സ്ക്വയർ 60. ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുമ്പോൾ കുട്ടികൾ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. 2/3 പ്ലസ് 3/4. ഇതിന്റെ ആൻസർ മിക്ക കുട്ടികളും ബേസ് അറിയാത്ത കുട്ടികൾ 2 + 3 5 ഡിവൈഡഡ് ബൈ 3 + 4 7 5/7 5/7 എന്ന ആൻസർ എഴുതാറുണ്ട്. ഇത് റോങ് ആൻസർ ആണ്. ക്ലിയർ? ശരിയായ ആൻസർ 2/3 3/4 തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് എന്താണിത്? എങ്ങനെയാണ് ഇത് ശരിയായി ചെയ്യാം? ഇതിന്റെ ഈ ഫ്രാക്ഷനും ആഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസ് ഇതിന്റെ ഡിനോമിനേറ്ററുകൾ സെയിം ആക്കണം. ഡിനോമിനേറ്റർ 3ഉം 4ഉമാണ്. 3ഉം 4ഉം അതിന്റെ LCM ലസഗു എന്ന് പറയുന്നത് 3 × 4 ആണ്. അങ്ങനെയാണെങ്കിൽ 3 × 4 ബേസ് ഡിനോമിനേറ്റർ വരണമെങ്കിൽ 3 × 4 ഇത് വരണമെങ്കിൽ ഇവിടെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് ഇവിടെയും 3 × 4 ഡിനോമിനേറ്റർ വരണമെങ്കിൽ ഇവിടെ 4 ഉണ്ടായിരുന്നു, 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ വന്നാൽ 8/12 പ്ലസ് 9/12. സെയിം ബേസ് വന്നാൽ നിങ്ങൾക്കറിയാം ഡിനോമിനേറ്റർ സെയിം എഴുതുക, പിന്നെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. 8 + 9 17/12 എന്നാണ് ആൻസർ വരും. ക്ലിയർ? ഇതാണ് ഇതിന്റെ ആൻസർ. കറക്റ്റ് ആൻസർ ഇതാണ്. ഇനി ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഈ 2 സ്റ്റെപ്പ് അത് പ്രാക്ടീസ് ചെയ്ത് കുറേ പ്രാക്ടീസ് ആയാൽ മാത്രമാണ് നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ബേസ് ഉറച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതാണ് ശരിയായ അതിൻ്റെ കോൺസെപ്റ്റ്. അത് ബേസ് ഉറച്ചതിന് ശേഷം മാത്രമേ നല്ല ധാരണയുള്ളവർക്ക് മാത്രമേ ഇത് ഒഴിവാക്കിയിട്ട് 2 × 4 ഇങ്ങനെ ക്രോസ് ചെയ്യാം. 2 × 4 8 പ്ലസ് 3 × 3 9 divided by 3 × 4 12. A/B plus C/D equals denominator B × D ആയിരിക്കും. B × D LCM B യുടെയും D യുടെയും LCM A × D AD പ്ലസ് B × C BC എന്ന് എഴുതാം. ബിയും ഡിയും കോമൺ ആയിട്ട് ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ ഇത് എളുപ്പമാണ്. ഇത് വലിയ സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് LCM കണ്ട് ചെയ്യുകയാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് പഠിക്കുന്നതിന് മുൻപ് ശരിയായ ധാരണ, കോൺസെപ്റ്റുകളെ പറ്റി ശരിയായ ധാരണ ഉണ്ടായിരിക്കണം. എല്ലാ സ്റ്റെപ്പും എന്താണെന്ന്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്ന ധാരണയില്ലാതെ വെറുതെ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതുപോലെ ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് റൂള്. അതായത് പല കുട്ടികളും ഇത് 1 - 1 0/2 2 - 4 2 എന്നൊക്കെ 2 സ്റ്റെപ്പ് തെറ്റിപ്പോയി. ദിസ് ഈസ് ഈക്വൽ ടു 2 എന്നൊക്കെ എഴുതി പോകും. റോങ് ആൻസർ ആണ്. അവർക്ക് ഇവിടെ 2 ബേസിക് കോൺസെപ്റ്റ് അറിയില്ല എന്നതാണ്. ഒന്ന് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യേണ്ട രീതിയും അറിയില്ല. മറ്റൊന്ന് 2 - 4 0/2 എന്നുള്ള ആ ഫ്രാക്ഷന്റെ വാല്യൂ അറിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ 1/2 - 1/4. ഇതിന്റെ സെയിം ആക്കണമെങ്കിൽ, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ 2ന്റെയും 4ന്റെയും LCM ലെസ് ആകൂ, അതായത് 4 എന്ന് കിട്ടും. ആ 4 ബേസ് ആക്കണമെങ്കിൽ ഇവിടെ 2 × 2 ആണ്, ആ 1 × 2 ചെയ്യണം. -4 തന്നെയാണ് ഇവിടെ ബേസ്, അതുകൊണ്ട് മാറ്റം വരുത്തേണ്ടതില്ല. അതായത് 2/4 - 1/4 ഈക്വൽ ടു 4 സെയിം ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ തമ്മിൽ അംശങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യാം. അതായത് 1/4 എന്ന ആൻസർ വരും അല്ലേ? ലോജിക്കലായി കൃത്യമായ കോൺസെപ്റ്റോട് കൂടി ചെയ്യുന്ന കുട്ടിക്ക് ഇങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇത് ഹാഫാണ്, ഇത് 1/4 ആണ് അല്ലേ? ഹാഫിൽ നിന്ന് 1/4 പോയാൽ 1/4 ആണ് ബാക്കി എന്നുള്ളത് ധാരണ
ഈ ഒരു കേസിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ശരിയായ ധാരണയോടുകൂടി ഈ ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കുക. കൂടാതെ 0/2 എന്നുള്ള വില 2 അല്ല എന്ന് തൊട്ട് അതും കൂടി മനസ്സിലാക്കുക. 0/2 എന്നുള്ള ഇവിടെ വന്ന മിസ്റ്റേക്ക് 0/2 അല്ല, മറിച്ച് 0 ആണ്. 2 പാർട്ട് ഉണ്ടാക്കി അതിൽ നിന്ന് 0 നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ വരിക. അടുത്തത് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനിലെ 3 × 1/5 തന്നു കഴിഞ്ഞാൽ പല കുട്ടികളും ചെയ്യുന്നത് 3 × 1 3/15 എന്ന് എഴുതി പോകാറുണ്ട്. ദിസ് ഈസ് റോങ്. ഇത് റോങ് ആണ്. കറക്റ്റ് ആൻസർ എന്താണ്? 3 / 1/5 മീൻസ് 3 / 1 അല്ലേ? 3/1 മൾട്ടിപ്ലൈഡ് വിത്ത് 1/5. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1/1 × 5 is equal to 3/5 എന്നാണ് കറക്റ്റ് ആൻസർ. ദിസ് ഈസ് റോങ്. ക്ലിയർ? പല കുട്ടികൾക്കും പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും തെറ്റുവരുത്താറുണ്ട്. അത്തരം ചില മിസ്റ്റേക്ക് നോക്കാം. നമുക്ക് 2 + -1 എന്ന് തന്നു കഴിഞ്ഞാൽ പല കുട്ടികളും ഇതിനെ ആൻസർ എഴുതുന്നത് തെറ്റായിട്ടാണ്. അതായത് 3 എന്ന് എഴുതി പോകും. പല കുട്ടികളും 3 എന്നോ അല്ല -3 എന്നോ 3 എന്നോ -1 ഒക്കെ ആൻസർ എഴുതി പോവാം. -1 -3 -1 ഒക്കെ ആൻസർ എഴുതാറുണ്ട്. അതായത് ഈ ആൻസറിനെ പല കുട്ടികളും ഈ 3 മാത്രമല്ല ആൻസർ എഴുതാറ്, 2ഉം 1ഉം എന്ന് പറഞ്ഞാൽ 3 എഴുതി. പല കുട്ടികളും -3 എഴുതാറുണ്ട്. ചില കുട്ടികൾ ഇതിലെ -1ഉം ആൻസർ വരാറുണ്ട്. ഇതെല്ലാം റോങ് ആൻസേഴ്സ് ആണ്. ക്ലിയർ? എന്നാൽ പോസിറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോഴുള്ള റൂൾ എന്താണ്? അതിൽ നിന്ന് വലിയ ചിഹ്നം ഒഴിവാക്കിയാൽ, ഇതിൻ്റെ സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, പോസിറ്റീവ് നെഗറ്റീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 2ഉം 1ഉമാണ്. 2ഉം 1ഉം അതിൽ വലിയ നമ്പർ 2 ആണ്, അതിൻ്റെ ചിഹ്നമാണ് വേണ്ടത്. അതായത് പോസിറ്റീവ് ചിഹ്നമാണ് ആൻസറിനെ. അത് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അതായത് 2 - 1, അതായത് 1 എന്നാണ് ആൻസർ വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. 2 + -1 = +1. പോസിറ്റീവ് ചിഹ്നം ഇട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് 1 എന്ന് പറയുന്ന ആൻസർ അല്ലേ? ഈ ആൻസേഴ്സ് തെറ്റാണ്. പല കുട്ടികൾക്കും അഡീഷൻ്റെ റൂൾ അറിയില്ല. ഒരു പോസിറ്റീവും നെഗറ്റീവും ആഡ് ചെയ്താൽ ചിഹ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ നമ്പർ ഏതാണോ അതിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ച് വലിയ നമ്പറിൻ്റെ ആ സൈൻ ഏതാണോ ആ സൈൻ ഇടണം എന്നാണ്. സൈൻ ഒഴിവാക്കി കഴിഞ്ഞിട്ട് വലിയ നമ്പർ എന്നാണ്. ക്ലിയർ? സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ള വലിയ നമ്പർ. ക്ലിയർ? ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. അതായത് അതിൻ്റെ ചിഹ്നം ഒഴിവാക്കി കഴിഞ്ഞാലുള്ള വിലയാണ്, വലിപ്പമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ക്ലിയർ? സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാലും 2 - -1 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാലും പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. ഇവിടെ ആൻസർ പല രീതിയിലും വരാറുണ്ട്. 2 - 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ചില കുട്ടികൾ -3 എന്ന് എഴുതാം. 2 - -1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല രീതിയിലും 1 എന്നും ആൻസർ കാണാറുണ്ട്. ഇങ്ങനെ പല ആൻസറുകളും വരാറുണ്ട്. ഇതെല്ലാം റോങ് ആണ്. ഇതിൻ്റെ ശരിയായ മെത്തേഡ് 2ൽ നിന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൈനസ് ഏതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, സങ്കലന വിപരീതം. അതായത് ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് +1 ആണ്. -1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്നൊക്കെ ധാരണ ബേസിക് കോൺസെപ്റ്റ് വേണ്ടതാണ്. അത് -1ഉം ഏത് നമ്പറും കൂട്ടിയാലാണോ 0 വരുന്നത് ആ നമ്പറിനെയാണ് ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, സങ്കലന വിപരീതം എന്ന് പറയുന്നത്. -1ഉം +1ഉം ആഡ് ചെയ്താലാണ് 0 വരിക. അതുകൊണ്ട് -1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് +1 ആണ്. ഈ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യണം എന്നാണ് നിയമം അല്ലേ? ആദ്യത്തെ നമ്പറിന് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 2ഉം 1ഉം കൂട്ടിയാൽ 3 എന്ന ആൻസർ വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്തത് എക്സ്പോണൻസ്. എക്സ്പോണൻസിൻ്റെ ലോ അറിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന, കൃത്യന്റെ നിയമം അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടെ
2 to the power 3 multiplied with the 2 to the power 2 എന്നാണ്. അതായത് 2 cubed into 2 square. ഇത് ആൻസർ ചെയ്യുമ്പോൾ പല കുട്ടികളും ഇതിൻ്റെ ആൻസർ ആയിട്ട് 2 raised to 6 എന്ന് എഴുതി പോകാറുണ്ട്. ഇത് തെറ്റാണ്. അവർ പിന്നെ വേറെ ചില കുട്ടികൾ 2 into 2 4, 3 into 2 6, 4 raised to 6 എന്നും എഴുതാറുണ്ട്. ഇതും തെറ്റാണ്. ശരിയായ നിയമം 2 cubed into 2 square എന്ന് പറയുന്നത് എന്താണ് എന്ന ധാരണയുണ്ടാവണം. 2 cubed into 2 cubed means 2 3 times multiply ചെയ്യാം. 2 square എന്ന് പറഞ്ഞാൽ 2 ബേസ് ആണ് 2 എത്ര ടൈം 2 times മൾട്ടിപ്ലൈ ചെയ്യാം. എങ്കിൽ ഇത് എത്ര ടൈംസ് ആയി? 2 എന്ന ബേസ് എത്ര ടൈം മൾട്ടിപ്ലൈ ചെയ്തു എന്നതാണ് എക്സ്പൊണന്റ്. അതായത് 1 2 3 4 5 2 raised to 5 എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഇതിനെ സിമ്പിളായിട്ട് നമുക്ക് ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ബേസ് സെയിം എഴുതി കഴിഞ്ഞ് ബേസിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ബേസ് എഴുതി അതിൻ്റെ പവർ അതിൻ്റെ എക്സ്പൊണൻസ് 3ഉം 2 ആണ്. അത് ആഡ് ചെയ്യണം. 3 + 2 അതായത് 2 raised to 5 എന്ന് ഷോർട്ട് കട്ട് അല്ലേ? ആ ലോ ഉപയോഗിച്ചാലും മതി. ക്ലിയർ ആണല്ലോ അല്ലേ? എക്സ്പൊണൻഷ്യൽ ലോ അറിയാത്ത മിസ്റ്റേക്ക് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ഒക്കെ ഉണ്ടാവാം. ഡിവിഷനിൽ വരുന്ന മിസ്റ്റേക്ക് ഇതാണ് എക്സ്പൊണൻസിൻ്റെ. കുട്ടികൾ ഈ 2 raised to 6 to the power ഡിവൈഡഡ് ബൈ 2 raised to 3 എന്നുള്ളതിനെ ആൻസർ ആയിട്ട് 2 raised to 6 by 3 2 എന്ന് എഴുതി പോകും. ഇത് തെറ്റാണ്. ദിസ് ഇസ് റോങ് ആൻസർ. ക്ലിയർ? മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് 2 raised to 6 by 2 raised to 3 എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ലോ പ്രകാരം ഇതിൻ്റെ റൂള് 2 raised to 6 - 3 എന്നാണ്. ഡിവിഷൻ വരുമ്പോൾ മൈനസ് ചെയ്യണം. അതായത് 6 - 3 എന്ന് പറഞ്ഞാൽ 2 cubed ആണ് ആൻസർ വരേണ്ടത്. ക്ലിയർ? ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് കൃത്യമായ ധാരണയില്ലെങ്കിൽ 2 to 6 ടൈംസ് എഴുതി നോക്കുക. 1 2 3 4 5 6 ടൈം മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ 3 ടൈംസ് 2 മൾട്ടിപ്ലൈ ചെയ്യാം. എങ്കിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ബാക്കി വരുന്നത് 2 raised to 3 എന്നാണ്. നിയമം x raised to m by x raised to n equal to x raised to m minus n എന്നാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? എക്സ്പൊണൻസിൽ വരുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് പറയുന്നത്. മിക്ക കുട്ടികളും 2 raised to 0 എന്നുള്ളതിൻ്റെ വില കുറേ അധികം കുട്ടികൾ 0 എന്നോ ചില കുട്ടികൾ ഇതിനെ 2 എന്നോ എഴുതി പോകാറുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. റോങ് ആൻസർ. എന്താണ് ഇതിൻ്റെ ശരിയായ മീനിങ്? 2 raised to 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. 2 to the power ഏതെങ്കിലും ഒരു നമ്പർ, ഞാനിപ്പോൾ ഇവിടെ 5 എടുക്കുകയാണെങ്കിൽ 2 to the power 5 by 2 to the power 5. ഇതിൻ്റെ വേല എത്രയാണ് എന്ന് നോക്കാം. 2 to the power 5 by 2 to the power 5. ഇതിൻ്റെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം 2 to the power 5 minus 5 equal to 2 to the power 0 ആണ് ഇതിൻ്റെ വാല്യൂ. പക്ഷേ നമുക്കറിയാം ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ ആയിക്കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ 1 ആണ് എന്നറിയാം. 1 equal to 2 to the power 0. അതായത് 2 to the power 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്. 2 മാത്രമല്ല, ഇതിലെ x raised to ഏത് നമ്പറിൻ്റെ ബേസ് ആയിട്ട് എടുത്താലും അതിൻ്റെ 0 പവർ എന്ന് പറയുന്നത് 1 ആണ് വാല്യൂ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? 5th ക്ലാസ് തൊട്ട് 10th വരെ നമ്മൾ പഠിക്കുന്ന ബേസിക്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 5th മുതലാണ് നമ്മൾ കൂടുതൽ കുറച്ച് ഫ്രാക്ഷൻസ് ഒക്കെ തുടങ്ങുന്ന സമയം. അപ്പോഴാണ് കൂടുതൽ ആ ഭാഗം തൊട്ടാണ് കുട്ടികൾക്ക് തെറ്റ് വരുന്നത്. അതുകൊണ്ട് ഇത്തരം കുറച്ച് എക്സാമ്പിളുകളെ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ബേസിക് കോൺസെപ്റ്റ്സ് അതിൻ്റെ കൂടുതൽ എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മിടുമിടുക്കരായിട്ട് മാത്തമാറ്റിക്സ് പേടിയില്ലാതെ പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.